ആ പെങ്കൊച്ച് താഴെ വീണു, ഫിക്സ് വന്നു. കാറിന്റെ ഫ്രണ്ടിലിരുന്ന 2 പേരുണ്ടായിരുന്നു, അവന്മാർ 2 പേരും ഇറങ്ങി പുറത്തു വന്നു. പിന്നെ ഫ്രണ്ട് വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അവളവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിൽ നിന്നും ആരും പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ തന്നെ ഇല്ലാതെ ആയേനെ. തമിഴ് ബിഗ് ബോസ്, വിജയ് സേതുപതി നയിക്കുന്ന തമിഴ് ബിഗ് ബോസ് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് വലിച്ചു കീറാനൊന്നും പോകുന്നില്ല ഞാൻ. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ, അറ്റ്ലീസ്റ്റ് മലയാളം ബിഗ് ബോസ് കാണുന്നൊരു വ്യക്തിയാണ്, അതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഒരു തെമ്മാടിത്തരം കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിനെപ്പറ്റി ചെറുതായിട്ടെങ്കിലും ഒന്ന് സംസാരിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി അറിയാത്തവരിലേക്ക് ഈ വാർത്ത ഒന്ന് എത്തിക്കണമല്ലോ. ഒരു പെൺകുട്ടി, ഞാൻ വിചാരിച്ചു തീർന്നെന്ന് കേട്ടോ. ഞാൻ കുറെ ക്ലിപ്പുകളൊക്കെയാണ് ഇന്നലെ രാത്രി തൊട്ട് കാണുന്നത്. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് കുറച്ചധികം ക്ലിപ്പുകൾ എനിക്ക് കുറച്ച് ആളുകൾ അയച്ചു തന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കമറുദ്ദീൻ പാറു എന്ന് പറയുന്ന 2 ജന്തുക്കൾ, രണ്ടും കൂടെ ഒരു പെൺകുട്ടിയോട് ചെയ്ത വൃത്തികേട്. ആ പെൺകുട്ടിക്ക്, നിങ്ങൾക്ക് ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഒരു കാർ ടാസ്ക് ഉണ്ട്. അതായത് ഈ സീസൺ കഴിയുന്ന സമയത്താണ് ഈ കാർ ടാസ്ക് ഒക്കെ സാധാരണ വരാറുള്ളത്. അപ്പൊ ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിനകത്ത് കയറി ഇരിക്കുക, മാക്സിമം ടൈം അതിനകത്ത് ആരാണോ ഇരിക്കുന്നത് ആ ഒരു ടാസ്ക് വിജയിയായിട്ട് മാറും. അപ്പൊ ആ ടാസ്കിന്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയോട് ഈ പാറു കമറുദ്ദീൻ എന്ന് പറയുന്ന 2 കണ്ടസ്റ്റൻസ് ചെയ്യുന്ന വൃത്തികേട്, ആ വൃത്തികേടിന്റെ ആഫ്റ്റർ എഫക്റ്റ്, ആ പെൺകുട്ടി താഴെ വീണ്, അതായത് കാറിൽ നിന്ന് പുറത്തു വീണിട്ട് ആ പെൺകുട്ടിക്ക് ഫിക്സ് വരുന്നു. ആലോചിക്കണം നിങ്ങൾ, ഫിക്സ് വരുന്നു ആ പെൺകുട്ടിക്ക്. ഞാൻ അപ്പോഴും നോക്കിയത് എന്താണെന്നറിയോ, ഒരു പെൺകുട്ടി അത്രയും ദിവസം അവരുടെ കൂടെ ആ ഹൗസിലുള്ളൊരു പെൺകുട്ടി ഫിക്സ് വന്ന് കിടക്കുമ്പോൾ എത്ര പേര് ആ പെൺകുട്ടിയെ നോക്കാൻ വന്നു. കാരണം എല്ലാവരും കാറിനകത്താണ്, ഒരാൾ മാത്രമേ പുറത്തുള്ളൂ, ആ സമയത്ത് പുറത്തായിട്ടുള്ളൂ. അയാൾ ആദ്യമേ ഈ പെൺകുട്ടി താഴെ വീണപ്പോഴത്തേക്ക് അവളുടെ അടുക്ക ചെന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം അകത്തുള്ള 1-2 പേര് പുറത്തിറങ്ങി വന്ന് നോക്കി. ഞാനപ്പോൾ ആലോചിച്ചു, കാശിനോടും ആ ഗെയിമിനോടുമുള്ള ആക്രാന്തമേ. ഒരു മനുഷ്യന്റെ ജീവനൊന്നും അവിടെ വിലയില്ല ആ സമയത്ത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലിപ്പുകൾ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ആ കാറിനകത്തിരുന്നിട്ട് ഒരു പെൺകുട്ടി താഴത്തേക്ക് വീഴുന്നുണ്ട്, അതുവരെ നിങ്ങൾ കാണും, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതൊന്ന് കണ്ടോ, നിങ്ങളൊന്ന് കേട്ടോ. ഓക്കെ, മനസ്സിലാവുമല്ലോ അത്യാവശ്യം എല്ലാവർക്കും തമിഴ്. കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. இத பண்றதுக்கு வெளியில போய் பண்ண வேண்டியதானே இதெல்லாம். அதான் இந்த வீட்டுக்குள்ள இருந்துட்டு இத வச்சு இன்னைக்கு இந்த வாரம் வந்து நீங்க ஷோ பாத்துக்கிறீங்க, அவன் என் மேல தப்பு தானே, கண்டிப்பா நான் ஒத்துப்பானே. இவங்க யாருன்னா என்ன கேக்குறதுக்கு? எப்படி பண்ணுங்க? நீங்க அமுக்கிறத விடவா நேத்து எல்லாரும் சேர்ந்து ഈ ടാസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഈ കാർ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, കാർ ടാസ്ക്. അപ്പൊ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ട് ആവും. അപ്പൊ ഈ പെങ്കൊച്ചിനെ ആ കാറിന്റെ സീറ്റിൽ, ആ സൈഡ് സീറ്റിൽ ഡോറിന്റെ അവിടെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ, അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആ പെണ്ണും, ആ പാറു എന്നാണ് അവളുടെ പേര്, അതിന്റെ അപ്പുറം ഇരിക്കുന്ന കമറുദ്ദീൻ, രണ്ടും കൂടെ പുറത്താക്കാൻ നോക്കുകയാണ്. അപ്പം ഡോറ് തുറന്ന് ഇവളെ ഇറങ്ങത്തില്ല. അപ്പം ഇവള് മാക്സിമം അതിനകത്ത് പിടിച്ചിരിക്കുക, അല്ലാതെ അതിനകത്ത് വെച്ച് ഉപദ്രവിക്കാനൊന്നും, അറിയാലോ ബിഗ് ബോസ് കാണുന്നവർക്കും അറിയാം, അല്ലാത്തവർക്കും അറിയാം, കയ്യാങ്കളിയൊന്നും അതിനകത്ത് പറ്റത്തില്ല. മനസ്സിലായോ? ഇത് കയ്യാങ്കളിക്കൊക്കെ അപ്പുറേ പോവുക. ആ പെങ്കൊച്ചവിടെ അടങ്ങിയിരിക്കുക, അതിനെ ചവിട്ടി വെളിയിലിടുക, ആ പരിപാടി. അതൊന്നും ഒരിക്കലും ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത പരിപാടിയാണ്. നിങ്ങൾ ബാക്കി കണ്ടോ? ഇവളുടെ ആ ഒരു പാറു എന്ന് പറയുന്ന മോളുടെ മുഖത്ത് വരുന്ന ഒരു ഭാവമുണ്ട്, നിങ്ങൾ കണ്ടോണേ. കണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ?
അവനും അവളും കാല് വെച്ച് ചവിട്ടി പുറത്തിടുകയാണ് ആ പെണ്ണിനെ. കാല് വെച്ച് ചവിട്ടി. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് തള്ളുമൊക്കെ ചെയ്യാം. ഈ ലാസ്റ്റ് സീസൺ ബിഗ് ബോസ് കണ്ടവർക്കും അറിയാം, അറിയാത്തവരോടും കൂടെ പറയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തള്ളൊക്കെ ആകാം. പക്ഷെ കാലുകൊണ്ട് ചവിട്ടി വെളിയിലിടുക ആ പെങ്കൊച്ചിനെ. ഇതാണ് ആ രണ്ടെണ്ണം കൂടെ അവിടെ ഇരുന്ന് കാണിച്ചത്. ബാക്കിയുള്ള കാരണത്തിരിക്കുന്നവർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, തെറ്റാണ് ചെയ്യുന്നത് എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആ പെണ്ണിനെ ചവിട്ടി താഴെ ഇട്ടു. ബാക്കി കാണ്, ഒന്നും ആയിട്ടില്ല, ബാക്കി കാണ്. நேத்து எல்லாரும் சேர்ந்து என்ன பண்ணீங்க? அப்ப தெரியலையா? அவங்க தொடங்கி മതി, ഇത്രയും മതി. അപ്പം അവൾ എന്തിനാ അവൾ ആ ചവിട്ടി താഴെ ഇട്ടതിന് ശേഷം ആ പാറു എന്ന് പറയുന്നവളോടെ കിടന്ന് എന്തോ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അവള് പറയുന്നത് അവളോട് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, അതിന് നീ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തോ അവളോടും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊന്നും ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കേട്ടല്ലോ, എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ ഉള്ള കാര്യം പറഞ്ഞു, നമ്മൾ ഈ സീസൺ മൊത്തം കണ്ടിട്ടൊന്നുമില്ല തമിഴിലെ. പക്ഷെ ഇവളീ ചെയ്തത് ഇത് ഡാഡി ഇല്ലാത്ത പരിപാടിയാണ്. മനസ്സിലായില്ലേ? ആ പെങ്കൊച്ചിനെ ചവിട്ടി താഴെ ഇട്ടതല്ല, അത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി അവിടെ നടന്നു. ഇതൊന്ന് കണ്ടേ നിങ്ങള്. ഞാൻ വോയിസ് വെക്കുന്നില്ല കേട്ടോ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ നിന്ന് കണ്ട വീഡിയോ ആണ്. കണ്ടല്ലോ, ആ കൊച്ചിന് ഫിക്സ് വന്നു. അപ്പൊ ഈ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ മ്യൂസിക് എന്തൊക്കെയാണ്, കോപ്പിറൈറ്റ് കിട്ടും. അപ്പം ആ പെങ്കൊച്ച് താഴെ വീണു, ഫിക്സ് വന്നു. കാറിന്റെ ഫ്രണ്ടിലിരുന്ന രണ്ടുപേരുണ്ടായിരുന്നു, അവന്മാർ രണ്ടുപേരും ഇറങ്ങി പുറത്തു വന്നു. പിന്നെ ഫ്രണ്ട് വേറൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അവളവിടെ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കിൽ നിന്നും ആരും പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ മറ്റേ പാറുവും കമറുദ്ദീനും രണ്ടും അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും അകത്തിരുന്ന്. ഈ പാറുവിനെയും കമറുദ്ദീനെയും വിട്, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ബാക്കി അതിനകത്തിരിക്കുന്നവർക്കൊന്ന് പുറത്തിറങ്ങിക്കൂടെ? അപ്പോഴും പൈസ ടാസ്ക് എനിക്ക് വേണം, ആ ഒരു മൂഡിലാണ് ബാക്കിയുള്ളവരിക്കുന്നത്. ഗെയിമൊക്കെയാണ്, പക്ഷെ ഒരു ജീവനാണ് അവിടെ കിടക്കുന്നത്. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ട് ചേട്ടന്മാരെന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചിരി മനുഷ്യപ്പറ്റ അതുങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി ഈ സീസൺ മുന്നോട്ട് കാണാനും പോകുന്നില്ല, എന്നാലും ഒരു ആഗ്രഹമാണ് ആ മനുഷ്യപ്പറ്റി കാണിച്ച രണ്ടെണ്ണം, പിന്നെ പുറത്തിരുന്ന ചേട്ടൻ, അവരൊക്കെ അവസാനം വരെയൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇച്ചിരി മനുഷ്യപ്പറ്റുള്ളവർ കൊണ്ടുപോകട്ടെ ഈ സീസൺ തമിഴിൽ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഡാഡി ഇല്ലാത്ത പരിപാടിയൊക്കെയാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്നത്. ബിഗ് ബോസ് കാരണം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നില്ല, അതല്ലാതെയും കണ്ടന്റുകളുണ്ട്, ജയിക്കാറുണ്ട്. പക്ഷെ ബിഗ് ബോസ് വരുമ്പോൾ നമുക്ക് സ്ഥിരം കണ്ടന്റുകളാണ്. മനസ്സിലായില്ലേ? ആ ഷോ ഉള്ളതാണ് നമുക്ക് നല്ലത്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള പരിപാടികൾ ഇതിനൊന്നും വെച്ച് പൊറപ്പിക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ കുറച്ച് കൂടിയ സീനാണ്. ഒരു ഷോയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിന് ഫിക്സ് വന്നു. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ, പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ വീട്ടുകാർക്ക് പോയില്ലേ? ഒരു ഷോയ്ക്ക് ചെന്നെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? എന്താണെങ്കിലും കമറുദ്ദീനും മറ്റേ പാറുമോക്കും ആ മോക്കും നമ്മുടെ വിജയണ്ണന്റെ വക ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, അടിച്ചു തൂക്കി വെളിയിലാക്കി, പക്ഷെ നല്ല മുട്ടം പണിയും കൊടുത്തിട്ടാണ് വിട്ടേക്കുന്നത്. കൂടാതെ ഈ വീക്കെൻഡ് എപ്പിസോഡിലാണല്ലോ അടിച്ച് പുറത്താക്കുന്നത്. ഞാൻ വിചാരിച്ചു അതിന് മുന്നേയൊക്കെ അടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു, വീക്കെൻഡ് വരെ നിൽക്കരുതായിരുന്നു. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ അടിച്ച് വെളിയിലാക്കി രണ്ടിനെയും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, അവിടെ ഇരിക്കുന്ന ആളുകളുടെ, ഈ ഷോ കാണാൻ ചെന്ന ആളുകളുടെ ഒരു സന്തോഷം ഇതൊന്ന് കണ്ടോണേ. അകത്തുള്ളവരുടെ സന്തോഷം ഓക്കെ, മനസ്സിലാക്കാം. ഷോ കാണാൻ അന്ന് ചെന്ന ആളുകളുടെ ഒരു സന്തോഷം കണ്ടോ നിങ്ങൾ? അതിനകത്തുനിന്ന് തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ. ഒരൊറ്റ രാക്കും ഈ കമറുദ്ദീനെയും ആ പെങ്കൊച്ചിനെയും ഇഷ്ടമല്ല. കാരണം ഈ ഒരു ഒറ്റ പരിപാടി കൊണ്ടായിരിക്കാം. അതുപോലത്തെ പരിപാടിയാണല്ലോ കാണിച്ചത്, ചവിട്ടി വെളിയിലിടുക. എന്നിട്ട് ആ പെങ്കൊച്ചിന് ഫിക്സും വന്നു. എന്നിട്ട് ഒന്ന് ഇറങ്ങി നോക്കുക. എല്ലാം പോട്ടെ, ഗെയിമിനും കാശിനിന്റെ മറ്റേ തുരയ്ക്കും വേണ്ടിയിട്ട് ചവിട്ടി വെളിയിലാക്കി ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ, മനസ്സിലാക്കുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആ പെങ്കൊച്ചിന് ഫിക്സ് വന്നപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കുക. അതിനുള്ള ഒരിതില്ലാത്ത നാറികളായി പോയല്ലോ ആ രണ്ടെണ്ണം. ബാക്കി അകത്തിരിക്കുന്നത് വിടുന്നു ഞാൻ.
പറയുവാണെങ്കിൽ അതുങ്ങളെയും പറയണം, ഒന്ന് ഇറങ്ങി നോക്കായിരുന്ന കൊച്ചിനെ. പോട്ടെ, 2 ചേട്ടന്മാരെന്തായാലും ഇറങ്ങി നോക്കി, നല്ല കാര്യം. ഇനി മനുഷ്യപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കട്ടെ അവസാനം വരെയൊക്കെ. ഈ 2 എണ്ണത്തിന് എന്തായാലും റെഡ് കാർഡ് കൊടുക്കുന്ന കണ്ടല്ലോ. പേയ്മെന്റും കിട്ടത്തില്ല, ഒരു തേങ്ങയും കിട്ടത്തില്ല, ഫിനാലേക്ക് ഇനിയും ചെല്ലാനും പറ്റത്തില്ല, ഒന്നുമില്ല, റീ എൻട്രി ഒന്നുമില്ല, കഴിഞ്ഞു. ഇനി 2 പെട്ടി എടുത്തോണ്ടങ്ങ് പോകാം, ഒന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നാട്ടുകാരുടെ നിന്ന് കല്ലേറ് കിട്ടും, അത് ഉറപ്പുള്ള സാധ്യതയാണ്. അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടില്ലേ. ഇത് കഴിയുമ്പോഴത്തേക്ക് കമറുദ്ദീൻ ചെന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കാലൊക്കെ പിടിക്കുന്നവർ, ഞാൻ എല്ലാ വീഡിയോ കൂടെ ഒന്ന് കുത്തി കയറ്റാത്ത കേട്ടോ, നല്ല ആട്ടൊക്കെ കിട്ടി. ആദ്യം തൊട്ടേ ഞാൻ വേറെ കുറെ ക്ലിപ്പുകൾ കണ്ടു, ഇടയ്ക്കിടയ്ക്കത്തെ എല്ലാം കൂടെ ഞാൻ കേട്ടുന്നില്ല. അതായത് മിക്ക ഈ വീക്കെൻഡ് വരുമ്പോഴും വിജയ് സേതുപതി കമറുദ്ദീനെയും പാറുവിനെയും ഇടയ്ക്കിട്ട് നല്ല രീതിയിലൊന്ന് കൊട്ടിവിടും, നല്ല രീതിയിൽ. കാരണം 2ന്റെ കയ്യിരിപ്പ് അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് കൊട്ടുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഇതിപ്പോൾ ഈ ഇറങ്ങി പോകുമ്പോൾ വിജയ് സേതുപതി ആട്ടി വിട്ട് കഴിയുമ്പോഴത്തേക്ക് നേരെ കമറുദ്ദീൻ ചെന്ന് ആ പെങ്കൊച്ചിന്റെ കാലെ ചവിട്ടി വെളിയിലാക്കിയ ആ പെങ്കൊച്ചുണ്ടല്ലോ, ഫിക്സ് വന്ന പെങ്കൊച്ച്, ആ പെങ്കൊച്ചിന്റെ കാലെ പോയി കിടന്ന് മാപ്പൊക്കെ പറയാനൊക്കെ ചെല്ലുന്നുണ്ട്. മറ്റവളാണെങ്കിലും ചോറി എന്നൊക്കെ പറയുന്നുണ്ട്. ചോറി പറഞ്ഞതും കാലെ പിടിച്ചതും ഒക്കെ ഓക്കെ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നാട്ടുകാർ മിക്കവാറും കാലെ വാരി പിത്തിയാൽ അടിക്കും. ഈ ഒരു കുണം കൊണ്ടൊക്കെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞ, പുറത്ത് നടന്ന് കളിച്ച് നടന്ന കേട്ടാ. ഇവിടെ എന്തിന്റെ ആവശ്യമാടേ ആ പെങ്കൊച്ചിനെ ചവിട്ടി വെളിയിലിടുക? പോട്ടെ, ഒന്ന് നോക്കാലോ ഇറങ്ങി. അതിനുള്ള മനസാക്ഷി പോലും നിനക്കൊന്നും ഇല്ലേ? നിന്നെയൊക്കെ ആരാ ഷോയിൽ എടുത്ത് അവരെ വേണം പറയാൻ. ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ഇങ്ങനെയുള്ള ഇതിന്റെ അധികൃതർ ഒന്ന് ശ്രദ്ധിക്കുക. തുടക്കത്തിലെ ഇങ്ങനെ അംഗവൈകല്യങ്ങളുള്ള ഇതുപോലുള്ള കൊണകളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ആദ്യമേ വെളിയിലാക്കുക, മനസ്സിലായോ? അവസാനം വരെ ഒന്നും നിർത്തരുത്. ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നെന്നും പറഞ്ഞു. എനിക്കതാ പറയാനുള്ളത്. നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇതുപോലുള്ള ചൊറിച്ചൊറി വിജയ് സേതുപതി വരുമ്പോഴൊക്കെ 2നെയും കുട്ടി വിടാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കാം പിടിച്ച് നിർത്തിയത്. പക്ഷെ അങ്ങനെ നിർത്തിയോണ്ടാണ് ഇപ്പോൾ ഒരു പെങ്കൊച്ചിന്റെ പോയേനെ മേപ്പോട്ട്. ഫിക്സ് ഒക്കെ ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ അവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഓക്കെ. എന്നാലും അത് അത്ര നല്ല കാര്യമാണോ? സോ മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി, ഇനി വരാനുള്ള സീസണിൽ ഈ ചൊറിത്തവളകളെ പോലുള്ള ടീമുകൾ ആദ്യമേ വന്ന് കയറുമ്പം അറിയാൻ പറ്റുമല്ലോ, കണ്ടന്റ് കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഒന്ന് സൂക്ഷിക്കുക, ബാക്കിയുള്ളവരുടെ ശരീരത്തിന് ഇവർ ദോഷകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യമേ എടുത്ത് തൂക്കി വെളിയിൽ കളയുക, ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കും. ഇല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറയാം, എനിക്കെങ്ങനെയാണ് തോന്നിയത്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.